ഇടുക്കിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് പരിക്ക്. ശ്രീദേവി എസ് ലാലിന്റെ താടിയെല്ലിനും കൈക്കും പരിക്കേറ്റു. ഇരുചക്ര വാഹനത്തിന് കുറുകെ പന്നി ചാടുകയായിരുന്നു. വണ്ടി വന്ന് ഒട്ടി മുറിച്ചിടുകയായിരുന്നു. എന്നിട്ട് ഞാൻ കമ്മിറ്റി അതിലൊരു ബൈക്കുകാരൻ വന്ന് എന്നെ എണീപ്പിച്ചു. അതിന് അടുത്തുള്ളവരെ പെട്ടെന്ന് അടുത്തുള്ള വന്ന് ഹോസ്പിറ്റൽ ഞങ്ങൾക്കും ചേട്ടനെ വിളിച്ചു. ഞാനും ചേട്ടനെ വന്ന് ഹോസ്പിറ്റൽ ലക്ഷ്മി മുട്ട് പൊട്ടിയിട്ടുണ്ട്. കൈമുട്ട് കൈ രണ്ട് കത്തിക്ക് രണ്ട് കൈപ്പത്തി കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഇറക്കാൻ പറ്റത്തില്ല. എല്ലാം ഇറക്കാൻ പറ്റത്തില്ല. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ഇടുക്കിയിൽ നിന്ന് ചേർന്നു. ആൽവിൻ, ഇടുക്കിയിൽ എന്താണെങ്കിലും കാട്ടാന മുതൽ എല്ലാ കാട്ടുപന്നിയും എല്ലാത്തരം ക്ഷുദ്രജീവി ആക്രമണങ്ങളും വലിയ രീതിയിൽ വ്യാപകമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനും ഈ രീതിയിൽ പരിക്കേറ്റിരിക്കുന്നത്. എന്നാണെങ്കിലും അവർ തലനാരിഴയ്ക്കാണെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ? സംഭവം ഇത് കുഴിത്തൊളു നിരപ്പേൽ കടയിൽ വെച്ചാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ശ്രീദേവി ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ വഴിയിൽ സഞ്ചരിച്ചു പോകുമ്പോൾ കാട്ടുപന്നി സ്കൂട്ടറിനിട്ട് ഇടിക്കാൻ വരികയായിരുന്നു. പെട്ടെന്ന് വെട്ടിച്ചു മാറ്റിയപ്പോൾ ഈ സ്കൂട്ടറിൽ ഇടിച്ചിട്ട് സ്കൂട്ടർ മറിയുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് ഈ ശ്രീദേവി തെറിച്ചു വീണു എന്നാണ് ശ്രീദേവി പറയുന്നത്. താടിയെല്ലിനും അതോടൊപ്പം തന്നെ കൈമുട്ടിനും കാൽമുട്ടിനും അടക്കം സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പെട്ടെന്ന് അവിടെ നിന്ന് വീട്ടിലുള്ളവരെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് ശ്രീദേവിയെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ വീട്ടിലാണ് ഉള്ളത്. ഈ പ്രദേശമാകെ കുഴിത്തൊളു നിരപ്പേൽക്കട പ്രദേശങ്ങളിലും ഒപ്പം തന്നെ നെടുങ്കണ്ടത്തിന്റെ പല പ്രദേശങ്ങളിലും ഈ കാട്ടുപന്നി ശല്യം വലിയ അതിരൂക്ഷമാണെന്നുള്ളത് പരാതിയായി നാട്ടുകാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വൈകുന്നേരം സമയമാകുമ്പോഴേക്കും ഇത് റോഡിലേക്ക് കൂട്ടമായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. നെടുങ്കണ്ടം ടൗണിൽ പോലും കാട്ടുപന്നി ഇറങ്ങിയ സാഹചര്യം അല്ലെങ്കിൽ അത്തരം കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശമാകെ ഈ കാട്ടുപന്നിയുടെ ശല്യം വലിയ തോതിലുണ്ട്. ഇപ്പോൾ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് കൂടി പരിക്കേറ്റ ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. ശ്രീദേവി ഇപ്പോൾ ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ വീട്ടിൽ ഉണ്ട്. കൂടുതൽ തുടർ ചികിത്സ ആവശ്യമുണ്ട്. താടിക്ക് ഒരുപക്ഷെ പൊട്ടലുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ ശ്രീദേവി പറയുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ചികിത്സ ആവശ്യമുണ്ട് എന്ന തരത്തിൽ ആണ് പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ ചികിത്സയ്ക്കായി പോകും എന്നുള്ളതും നമുക്ക് അവർ നൽകുന്നു. അവരങ്ങനെയാണ് പറയുന്നത്. സംഗീത.